പത്തനംതിട്ട ചിറ്റാറിൽ വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണ കടുവയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. കടുവയെ മയക്കുവെടി വെക്കുന്നതിന് മുന്നോടിയായി കിണർ വറ്റിച്ചു. കടുവ അക്രമാസക്തനാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ BR ജയൻ പറഞ്ഞു. ആ വെള്ളം പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ഈ കിണറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. നിലവിലെ ഒരു പമ്പ് സെറ്റ് അടക്കമുള്ള സാധനങ്ങളെല്ലാം അത് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു സെറ്റ് റെഡിയാക്കി ഒരു ഇരുമ്പ് പൈപ്പ് ഇറക്കി അതിനകത്തുകൂടെ PVC പൈപ്പ് ഇറക്കി വേണം ഞങ്ങൾക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാൻ. അവിടെ തന്നെ നമ്മൾ സപ്ലൈയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമായിട്ട് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം നിങ്ങളെല്ലാം കൂടെ ഒരുക്കണമെന്നുള്ളതാണ്. ഇതിന് ഇതേപോലെ തന്നെ തിരിച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലം. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഒന്ന് പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ കിണറ്റിലെ വെള്ളം വറ്റിച്ചിരിക്കുന്നു. എത്ര പ്രായമുള്ള കടുവയാണ്? അക്രമാസക്തനാകാനുള്ള സാധ്യതയും പറയുന്നു. എങ്ങനെയാണ് പുറത്തെത്തിക്കുക? എത്ര സമയമെടുത്തിട്ടാകും? എന്താണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്? സ്മൃതി, കടുവയെ കിണറ്റിന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. അതിന്റെ പ്രാഥമികമായിട്ടുള്ള ക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ കിണറ്റിലെ വെള്ളം അത് വറ്റിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ കിണറ്റിന് മുകളിൽ വെച്ചിരുന്ന ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും സുരക്ഷിതമായിട്ട് തന്നെയാണ് ആളുകളെ ഉൾപ്പെടെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. കാരണം ഈ കിണറിന് മുകളിൽ ഇപ്പോൾ വലിയ വല വിരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അടുത്ത നടപടിക്രമത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ്. മയക്കുപിടി വയ്ക്കുന്നതിനായിട്ടുള്ള പ്രത്യേക സംഘം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്നാണ് വനപാലകർ പറയുന്നത്. അവർ വന്ന ശേഷമായിരിക്കും ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും മയക്കുപിടി വയ്ക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവുക. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനം പറയും. ഇപ്പോൾ ഓക്കെ വനപാലകർ പറയുന്നത് ഇതിൻ്റെ മയക്കുപിടി വെക്കുന്നതിനുള്ള ആളുകൾ ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കിണറ്റിലെ വെള്ളം പൂർണ്ണമായി വറ്റിക്കണം. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ അടുത്ത നടപടിക്രമത്തിലേക്ക് പോവുക എന്നാണ് വനപാലകർ ഇപ്പോൾ അറിയിക്കുന്നത്. ഇവിടെ ഈ വിവരമറിഞ്ഞ് ഈ ഭാഗത്തേക്ക് ഇത് നൂറുകണക്കിന് ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊരു ഗ്രാമീണ മേഖലയാണ്. വനമേഖലയോട് തൊട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലം കൂടിയാണ്. നാട്ടുകാർ പറയുന്നത് ഇവിടെ ആദ്യമായാണ് കടുവയുടെ സാന്നിധ്യം അറിയുന്നത് എന്നുള്ളതാണ്. നേരത്തെ കാട്ടാൻ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ മേഖലയിൽ സ്ഥിരമായിട്ടുണ്ട്. പക്ഷേ ഒരു കടുവ ഈ ഭാഗത്തേക്ക് ആദ്യമായി എത്തുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു പ്രദേശവാസിയുടെ പുരിയിടത്തിലെ കിണറ്റിൽ ഇന്ന് പുലർച്ചയോടുകൂടി ഈ കടുവ വീണത്. അതിനുശേഷം നാട്ടുകാർ വലിയ മുരൾച്ചയൊക്കെ കേട്ടിരുന്നു. അതിനുശേഷം ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കടുവ അകപ്പെട്ടതായി കണ്ടത്. ഉടൻ തന്നെ വനപാലകരെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇത് പത്തനംതിട്ട ജില്ലയിലെ വയ്യാറ്റുപുഴയ്ക്ക് സമീപമുള്ള വില്ലൂന്നിപ്പാറ എന്ന സ്ഥലമാണ്. കാടിനോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കൃഷിയാണ് ഇവിടെയുള്ള ആളുകളുടെ ഉപജീവന മാർഗം. അവർ നേരത്തെ തന്നെ പരാതികളൊക്കെ പറഞ്ഞിരുന്നു. കാർഷിക മേഖല കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. ഇപ്പോൾ കാട്ടാനിക്ക് പുറമെ കടുവ കൂടി എത്തിയതിൻ്റെ ഒരു ഭയത്തിൽ കൂടിയാണ് നാട്ടുകാർ. ഏതായാലും വനപാലകർ എല്ലാം ഇവിടെ തയ്യാറായി നിൽക്കുന്നു. നേരത്തെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഈ കിണറ്റിലെ വെള്ളം വറ്റിച്ചതിന് ശേഷം ഒരുപക്ഷെ കടുവ അക്രമാസക്തമാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ വനപാലകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കിണറ്റിലെ വെള്ളം 6 അടിയോളം കിണറ്റിൽ വെള്ളമുണ്ട്. അത് പൂർണ്ണമായും വറ്റിക്കണം. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിയിലേക്ക് പോവുക എന്ന് വനപാലകർ പറയുന്നു. മയക്കുപിടി വെക്കുന്നതിനുള്ള ആളുകൾ ഇവിടെ അതിൻ്റെ പ്രത്യേക പരിശീലനം ലഭിച്ചവർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുമ്പ് വനപാലകർ അറിയിച്ചത്. ഇനിയിപ്പോൾ ഈ നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ വലയുടെ മുകളിൽ ബലമുള്ള മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഇത് വനപാലകർ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇത് ഏറ്റവും അപകടം പിടിച്ച ഒരു പ്രയത്നം കൂടിയാണ്. കാരണം കടുവയ്ക്ക് ജീവന് ഹാനി ഉണ്ടാകരുത്, ഒപ്പം തന്നെ കടുവയ്ക്ക് പരിക്കുകളൊന്നും ഏൽക്കരുത്. അതിനെ സുരക്ഷിതമായി ഈ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടിയാണ് ഇപ്പോൾ വനപാലകർക്കുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. വീട്ടിലെ കിണറ്റിൽ വീണ കടുവയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.